ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ മുളകിട്ടത് തയ്യാറാക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഇല്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ മുളകിട്ടത് തയ്യാറാക്കുന്നത്. ഞാനിതിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 സവാളയൊക്കെ ചേർക്കാം. പിന്നെ പച്ചമുളക് 4-5 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനൊക്കെ അനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. തക്കാളി 1 വലുത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2-3 ടീസ്പൂണൊക്കെ ചേർക്കാം. എരിവ് കുറവായിരിക്കും, നല്ല കളർ കിട്ടും. അപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഉടച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 10-15 മിനിറ്റൊക്കെ അങ്ങനെ വെച്ചതാണ്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെയുള്ള സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ സവാള വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുമിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. വീണ്ടും അടച്ചു വെക്കാം. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പൊക്കെ കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ചിക്കൻ റെഡിയായി കിട്ടും. പിന്നെ ഞാനിതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് വീണ്ടും അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചിക്കൻ കറിയിലൊക്കെ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടിയാണോ സെർവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ചിക്കൻ വെച്ചിട്ട് വേറെയും ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്